താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ആള് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ കണ്ണിന്റെ ഒക്കെ ഭാഗങ്ങൾ അപ്പൊ നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി. ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ ഒരാള് മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു. പുള്ളി ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു. നമ്മുടെ കൊലസ്ത്രീ ലക്ഷ്മിപ്രിയ അൻസിബയെ കുറിച്ചിട്ട് ഒരു ഇന്റർവ്യൂല് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഇപ്പൊ അൻസിബ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. കൊലസ്ത്രീ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഒരാളെ തകർക്കാൻ വേണ്ടിട്ട് ഇമാതിരി കാര്യങ്ങൾ വിളിച്ചു പറയാൻ ദേശെങ്കിലും മാനോ ഉളുപ്പ് വേണം അമ്മച്ചി. കൊലസ്ത്രീയാണ്. നിങ്ങൾക്ക് എല്ലാരെയും എന്തും പറയാം, കാരണം കൊലസ്ത്രീ ആണല്ലോ. എന്നാ തിരിച്ചെന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞ അപ്പൊ തുടങ്ങും ശാപം, പ്രാക്ക്, തുപ്പല്. മുസ്ലിമായിട്ട് ജനിച്ചിട്ട് ഹിന്ദുവായിട്ട് നടക്കുന്ന കൊലസ്ത്രീയുടെ സ്വഭാവം നിങ്ങൾ കാണണം. ദിവസം കഴിയുന്നതനുസരിച്ച് പുറത്തു വരുവാണല്ലോ. ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ പോലും കൊടുക്കാൻ ഈ കൊലസ്ത്രീക്ക് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് റിസ്ക് എടുത്ത് വീണ്ടും തിരിച്ച് ചിറയൻകീഴ് വരെ പോയിരുന്നത്. അപ്പൊ ആ ഷൂട്ട് നടന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഓർത്തു, എന്നാ പിന്നെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. ഞാൻ ഈ മോളെ നിർബന്ധിച്ച് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞു, ഷൂട്ടില്ലല്ലോ, അനിശ്ചിതമായിട്ട് ഷൂട്ടില്ല, എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ വിളിക്കുമ്പം ഈ കുട്ടി വരാൻ തയ്യാറാവുന്നില്ല. ഈ കുട്ടി പറഞ്ഞു 3 ദിവസം കൂടി കുട്ടിക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ, നിന്ന് എങ്ങനെയെങ്കിലും പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ കാശിന് അത്യാവശ്യത്തിന് വല്ലതും ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കാശ് തരാം. പൈസ ഇങ്ങനെ കെട്ടിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കില് ഒരു 20 ലക്ഷം രൂപ പറ്റിച്ച ഒരു ഡയറക്ടറിനെ അമ്മച്ചിക്ക് അറിയാവോ? കൊലസ്ത്രീ അമ്മച്ചിക്ക്. അയാളുടെ പൈസ ആദ്യം കൊടുത്തു തീർക്ക്. എന്റെ ഭർത്താവ് സ്ക്രിപ്റ്റ് എഴുതും എന്ന് പറഞ്ഞിട്ട് മേടിച്ച പൈസയല്ലേ, ഇതുവരെ കൊടുത്തായിരുന്നോ? എന്നിട്ട് അതിന്റെ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് അമ്മച്ചി പുറത്തു പറഞ്ഞ ഡയലോഗ് എന്തുവാ? കേസുണ്ടോ? കേസുണ്ട്, അതിന്റെ വിധി എങ്ങാണ്ട് വരാറായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വീട്ടില് വരൂ, എനിക്ക് ഇവിടുന്ന് കാശ് തരാം, അപ്പം മോള് ഒറ്റയ്ക്ക് ഇവിടെ അങ്ങനെ നിക്കണ്ട, നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി, എനിക്ക് 3 ദിവസം നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരി, അങ്ങനെ അവൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിക്കട്ടെ, നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനത്തെ വന്ദേ ഭാരതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യും. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോ ഞാൻ എന്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എന്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ആള് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ കണ്ണിന്റെ ഒക്കെ ഭാഗങ്ങൾ അപ്പൊ നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി. പക്ഷെ ആളെനിക്ക് ഞാൻ ഐഡന്റിഫൈ ചെയ്തൊന്നുമില്ല. പിന്നെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഈ ആളാണല്ലോ ആളെന്ന് മനസ്സിലായത്. ഈ ആളെ ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, കാരണം രാത്രിയല്ലേ, ആ സമയമല്ലേ, ജസ്റ്റ് ഈ നമ്മുടെ വണ്ടി ഓണായ ഇതിലാണ് കാണുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോന്നു, വന്ദേ ഭാരത് ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ എത്തുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 100 കണക്കിന് മിസ്ഡ് കോൾസ് എന്റെ ഫോണിൽ കിടക്കാണ്. എനിക്ക് ഭയങ്കര വെപ്രാളായിട്ട്. ഒന്നും ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസർ രതീഷ് അൻസിബയുടെ റൂമില് ആളെ കണ്ടതിന് ലക്ഷ്മിപ്രിയയുടെ ഫോണിലോട്ട് 100 മിസ് കോൾ വരേണ്ട ആവശ്യം? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് അൻസിബ. അൻസിബയ്ക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നുള്ള ബോധം അൻസിബയ്ക്കില്ലേ? അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അതിന് ലക്ഷ്മിപ്രിയൻ ആൾക്കാർ വിളിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ എന്തിനാ ആൾക്കാർ വിളിക്കുന്നത്? നിങ്ങളാണോ? വേണ്ട. കോ പ്രൊഡ്യൂസർ, അതുകൂടാതെ ആ സെറ്റിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് നെയ്യാറ്റിങ്കര, സജിത്ത്, പ്രൊഡക്ഷൻ മാനേജർ സജിത്ത്, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞങ്ങളുടെ ഹോട്ടലിന്റെ ഓണർ സജീർ എന്ന് പറഞ്ഞ സാറ്, പിന്നെ ഹോട്ടലിന്റെ മാനേജർ ഒരു പയ്യൻ. ആദ്യത്തെ കോള് ഷീബ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കോൾ ലിസ്റ്റ് ആണ്. അതിലേക്ക് ഞാൻ വിളിച്ചപ്പം എന്റെ അടുത്ത് പറയുന്നത്, ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ ഒരാള് മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു. സാറ് കണ്ടു എന്ന്. ഹോട്ടൽ മാനേജർ അറിയാണ്ട് സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള ആരോ ഇവിടെ ഈ റൂമിലേക്ക്, ഞാൻ വെക്കേറ്റ് ആയ റൂമിലേക്ക് ആരെയോ അക്കോമഡേറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ വെളുപ്പിനെ തന്നെ ഈ മാനേജേഴ്സിനെ വിളിക്കുന്നു. മാനേജേഴ്സ് പറയുന്നത് ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഒരാൾ വന്നായിട്ട് ഞങ്ങൾക്കറിയില്ല. ഉടനെ പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറെ വിളിക്കുന്നു, കോ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നു. അങ്ങോട്ട് ആകെ മൊത്തം ഒരു ബഹളമായി.
ഇവരാരും അറിയാതെയാണ് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനില്ലല്ലോ, ഞാൻ ചിത്രത്തിൽ ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഇവര് അന്വേഷിച്ച് പിടിച്ച് ഇവർ ഇവിടെ എത്തുമ്പോഴത്തേനും ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. എടേ, അൻസിബയുടെ പേഴ്സണൽ ലൈഫാണെടേ. ആരുടെ കൂടെ ജീവിക്കണം, ആരുടെ കൂടെ പോണം, ആരെ റൂമിൽ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ അൻസിബയുടെ പേഴ്സണൽ ലൈഫാണ്. ചെറിയ 1ലോ 2ലോ പഠിക്കുന്ന പെൺകുട്ടിയല്ല. 10-18 വയസ്സൊക്കെ കഴിഞ്ഞ് അതിന്റെ മുകളിൽ എത്തിയിട്ടുള്ള വ്യക്തിയാണ് അൻസിബ. ഇവര് പറയുന്ന കേൾക്കുമ്പോ തോന്നുന്ന എന്താണെന്നറിയോ, അൻസിബ വലിയ എന്തോ അപരാധം ചെയ്തു, അത് ആൾക്കാരിലോട്ട് ഇതാക്കണം. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ, ഈ കുടുംബ പ്രേക്ഷകരിലോട്ട് അൻസിബ കുറച്ച് അവിഹിതമാണ് അല്ലെങ്കിൽ അൻവിഹിതം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പൊ ഇരിക്കുന്ന നെഗറ്റിവിറ്റി അങ്ങും ഒഴിവാകും. അതിന് വേണ്ടിയിട്ടുള്ള വെറും ഡ്രാമയാണ് ഈ പറഞ്ഞു പരത്തുന്നത്, വേറൊന്നുമല്ല. കുറെ ആൾക്കാരുടെ സപ്പോർട്ട് ഇപ്പൊ അൻസിബയ്ക്ക് ഉണ്ട്. അതിപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അതിനിപ്പോ കള്ളം പറഞ്ഞാലും ശരി, സത്യം പറഞ്ഞാലും ശരി, എങ്ങനെയെങ്കിലുമൊക്കെ ആളെ ഇതിലോട്ട് വലിച്ചിട്ട് നശിപ്പിക്കുക. ഇതിന്റെ പേരിൽ അൻസിബ് കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും. അത് വന്നപ്പോഴത്തേക്കും 6:30 മണി വരെ അവർ വെയിറ്റ് ചെയ്തിട്ട് 6:00 കൂടിയിട്ട് ഷീബ എന്ന് പറയുന്ന ലേഡി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മെയിൻ എൻട്രൻസ് തുറക്കുന്നു. നേരെ എന്റെ റൂമിലേക്ക് നോക്കുന്നു, അവിടെ ആരെയും കാണാനില്ല. അപ്പൊ അൻസിബയുടെ റൂമില് തട്ടി അൻസിബയെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞ വാക്കാണ്, അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. മനസ്സിലായോ? അപ്പൊ ചോദിച്ചു, ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അയ്യോ ഇല്ല, ആരും ഇല്ല, ആരും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവര് ഡോർ ഇച്ചിരി ഒന്ന് തള്ളി തുറന്നിട്ട് ചോദിച്ചു. അപ്പൊ അവര് തന്നെ അന്തം വിടും, ആരാ ഇവിടെ കയറിയെന്ന് നമുക്ക് അറിയില്ല, മുഖംമൂടിയും വെച്ചിട്ടുണ്ട്, മുഖംമൂടിയല്ല മാസ്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ ഇതെന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു. ആണോ, ബ്രദർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ? ആർക്കും ആരുടെ റൂമിലും വരാമെന്ന് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഓർഡർ പോലും ഉണ്ട്. ബ്രദർ സ്റ്റേ ചെയ്യുന്നുണ്ടോ? അവന് പിന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്, 3 days സ്റ്റേ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല, ID തരാൻ പറ്റില്ല, ഇതാന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പൊ സിനിമാക്കാര് ഇദ്ദേഹത്തിന്റെ അടുത്ത് വഴക്കിടുന്നു, ഈ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ വഴക്കിടുന്നു. ഹോട്ടലിന്റെ ഓണേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ്, അവർക്ക് ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മളെടുത്ത റൂമിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് താമസിക്കുവാണെങ്കിൽ അവരുടെ ID പ്രൂഫ് വരെ ഈ ഹോട്ടലിൽ കൊടുക്കണം എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഓക്കെ, സമ്മതിക്കാം. പക്ഷെ ഈ പ്രൊഡക്ഷന്റെ ആൾക്കാർ വന്നിട്ട് ID കാർഡ് ചോദിക്കേണ്ട ആവശ്യം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മുഴുവൻ ഇവര് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും തെളിവില്ലാതെ ലക്ഷ്മിപ്രിയ സമ്മതിക്കില്ല, സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് മൊത്തം ഇവിടുത്തെ വഴക്കും ഈ കാര്യങ്ങളിൽ പുള്ളി ഭയങ്കര ഭീഷണിയാണ് പെടുത്തുന്നത്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും ഈ മിഥിലാജാണ്, ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം. മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അവിടെ വന്ന് അത് എന്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് എന്റെ ആവശ്യമില്ലാത്തൊന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷെ അതുണ്ട്, പലരുടെ കയ്യിലും അത് സേഫ് ആയിട്ട് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അവരത് പുറത്തെടുക്കും. അങ്ങനെ ഒരു രേഖയുണ്ട്. ഇതിനനുസരിച്ച് വേണമെങ്കിൽ കേസിന് പോകാം. ഭീഷണിയാണ്. എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാനത് പുറത്തു വിടും എന്നുള്ള രീതിയിൽ ഭീഷണിയാണ് ലക്ഷ്മിപ്രിയ ഇവിടെ നടത്തുന്നത്. ഉളുപ്പില്ലാത്ത സ്ത്രീ. നിങ്ങൾ എടുത്ത് പുറത്ത് വിടതള്ളേ, നിങ്ങൾ വീണ്ടും വീണ്ടും നാറും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് നിങ്ങളെ കാണുമ്പോ എല്ലാരും കൂടെ മുഖം തിരിക്കുന്ന രീതിയിലോട്ട് പോകുന്നത്. നിങ്ങൾ പുറമെ വലിയ കൊലസ്ത്രീ ആയിട്ട് നടന്നിട്ട് ഇമാതിരി കുത്തിത്തിരിപ്പും മറ്റുമാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. അപ്പൊ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇദ്ദേഹം വെച്ചാൽ ഭയങ്കര ഷൗട്ടിങ്ങും പ്രശ്നങ്ങളുമാണ്. ആരോപണമല്ല, ഇത് സത്യമാണ് ഞാൻ പറയുന്നത്.
നമ്മുടെ രാജീവ് പറഞ്ഞ കാര്യത്തില് ഒന്ന് വിഷയം പറഞ്ഞാൽ അവർക്ക് അവിടെ ഇത് കൊടുക്കില്ല. കൊടുക്കാത്തതിന് വേറെ ചില റീസൺ അവർ പറയും. അപ്പൊ എന്താണെന്നത് ആ റീസൺ ആണ് ഞാൻ പറയുന്നത്. അപ്പോ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പൊക്കോണം എന്ന് പറയുന്നത്, നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ഇതിപ്പോ സംഭവം എന്താണെന്നറിയോ? അമ്മ എന്ന സംഘടനയില് അൻസിബ കുറെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പം ഇവർക്ക് രാജിവെക്കേണ്ടി വന്നു. ഈ രാജിവെക്കേണ്ട ദേഷ്യം ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവരിങ്ങനെ ഈ പറഞ്ഞു തീർക്കുന്നത്. അൻസിബയുടെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. ജോയിന്റ് സെക്രട്ടറിക്ക് ഇരിക്കേണ്ട ക്യാബിൻ പോലും അൻസിബയ്ക്ക് ഇവർ കൊടുത്തിട്ടില്ല. ഒരു ദിവസം പോലും അൻസിബയെ ഇവർ അതിന്റെ അകത്ത് ഇരുത്തിയിട്ടില്ല. അമ്മാതിരി തെണ്ടിത്തരം കാണിച്ച ആൾക്കാർക്കെതിരെ അൻസിബ പ്രതികരിച്ചു തുടങ്ങിയപ്പം എങ്ങനെയെങ്കിലും ഒക്കെ ആൾക്കാരുടെ മുന്നിൽ അൻസിബയെ നാണം കെടുത്തണം. അത്രേ ഉള്ളൂ ഇവരുടെ ഉദ്ദേശം. എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട് അൻസിബ. കേസിന്റെ വഴിക്ക് നടക്കട്ടെ. ശരിയെന്നാ.